ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം എൻ ഡി എ ഇപ്പോൾ 180-ലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 180 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വളരെ വലിയ മുന്നേറ്റം തന്നെയാണ് ബീഹാറിൽ ഇപ്പോൾ എൻ ഡി എ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാഗഡ്ബന്ധൻ MGB 57-ലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും RJDയുടെ ലീഡ് നിലയും അതിനനുസരിച്ച് കുറയുന്നുണ്ട്. ഇപ്പോൾ കേവലം 46 സീറ്റുകളിൽ മാത്രമാണ് RJD ലീഡ് ചെയ്യുന്നത്. ഏതാണ്ട് 29 സീറ്റുകളുടെ നഷ്ടം ആ ലീഡ് നിലയിൽ ഇതിനോടകം അവർക്ക് വന്നിരിക്കുന്നു. ഓർക്കേണ്ടത് RJD കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 75 സീറ്റുകളിൽ വിജയിച്ച ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ പാർട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 44 ഇടത്തും മാത്രം ലീഡ് ചെയ്യുന്നു എന്ന അവസ്ഥ. 182 ഇടത്ത് NDA ലീഡ് ചെയ്യുമ്പോൾ 58 ഇടത്തും മാത്രമാണ് ഇപ്പോൾ ഇവരുള്ളത്. 57 ഇടത്തും മാത്രമാണുള്ളത്. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം കൂടി തെളിയിക്കുന്നുണ്ട്. ഷിലാൽ, ഒരു കാര്യം കൂടി, JDU അപ്പുറത്ത് നോക്കൂ. JDU 81 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുകയാണ്. BJP 78 ഇടത്തും. ചിരാഗ് പാസ്വാൻ 19. ചിരാഗ് പാസ്വാൻ എന്നൊരു നേതാവ് വീണ്ടും തിരിച്ചു വരികയാണ് ബീഹാറിൽ. അദ്ദേഹത്തെ NDAയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് BJP ആണ്. ആ BJPയുടെ ഉദ്ദേശവും BJPയുടെ ലക്ഷ്യവും ഗുണം ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ LJP രാംവിലാസ് പാസ്വാനെ എന്ന പാർട്ടിയെ കൊണ്ടുവന്നു. ആ പാസ്വാൻ വിഭാഗം ഒപ്പം വന്നുവെന്ന് മാത്രമല്ല, പിന്നാക്ക വിഭാഗങ്ങളിൽ പല നേതാക്കളും ഒപ്പം വരുന്നു. അപ്പോൾ രണ്ടാമത് ബീഹാറിലെ മൂന്നാമതൊരു പ്രാദേശിക നേതാവായി ഉയർന്നു വരുന്നത് ഇപ്പോൾ ചിരാഗ് പാസ്വാനാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ചിരാഗ് പാസ്വാൻ ഇതുവരെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം നേതാവായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് ചിരാഗ് പാസ്വാൻ സാവധാനം ആ ഷെല്ല് പൊളിച്ച് പുറത്തേക്ക് വരുന്നു എന്നുള്ള സൂചന കൂടിയാണ് ഈ തരുന്നത്. 20 സീറ്റിലേക്ക് 18 ഇപ്പോൾ ലീഡ് നില നോക്കിയാൽ 18 സീറ്റുകളിലാണ്. ആകെ ലീഡ് ചെയ്യുന്നത് 19 അതിൽ 18 അധികമായി കിട്ടിയതാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ എന്തുണ്ട് എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ തവണ ഈ മുന്നണിയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് അത്തരം സോഷ്യൽ ഇക്വേഷൻസ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള ബന്ധങ്ങൾ, അങ്ങനെയുള്ള ഘടകകക്ഷികളെ പാർട്ടിയിലേക്ക് സഖ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വലിയ ആലോചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം കോൺഗ്രസ് അപ്പുറത്ത് മഹാസഖ്യം കൂടെ കൊണ്ടുവന്നത് ഈ പറയുന്ന സഹാനിയാണ്, മുകേഷ് സഹാനിയാണ്, VIP. അദ്ദേഹത്തിൻ്റെ നിഷാദ് വിഭാഗം മൊത്തം കൂടെ വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് അന്നത് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ആ പറയുന്ന VIPക്ക് ഒരു സീറ്റ് ആണ് അത് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ കൂടെ കൊണ്ടുവന്ന മറ്റെല്ലാ ഘടകകക്ഷികളുടെയും ഭാരം പേറേണ്ട ഗതികേടിലേക്ക് ഈ പറയുന്ന RJD എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് RJDയുടെ ഈ ഒരു പതനം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ വിഭാഗങ്ങളുടെ ഒരു വോട്ടും RJDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും നമുക്ക് മനസ്സിലാകുന്നത്, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത്. കൂടുതൽ പരിശോധനകൾ വേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന വിഭാഗങ്ങളുടെ വോട്ട് ട്രാൻസ്ഫർ RJDക്ക് അനുകൂലമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തിരിച്ചും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരും ജയിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ മഹാഗഡ്ബന്ധൻ എന്ന് പറഞ്ഞ സഖ്യം, മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നേറിയില്ല എന്നുള്ളത് ഒരു വലിയ സൂചകമായി നിൽക്കുന്നു. ഇവിടെ ഇവരുടെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയില്ല എന്നുള്ളതും. കാരണം ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ പറയുന്ന ബീഹാറിൽ മുസ്ലിങ്ങൾ പറയുന്ന NDA സഖ്യത്തിന് വോട്ട് ചെയ്യില്ല എന്നുള്ളതായിരുന്നു നമ്മൾ ഇതുവരെയും കരുതിയിരുന്നത്. പക്ഷേ സീമാഞ്ചലിലും മറ്റും വലിയ മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ് ചില നിരീക്ഷകർ പറയുന്നത്. അവിടെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾ, അതായത് പശ്മന്ത മുസ്ലിംസ് എന്ന് പറയുന്ന ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾ നിതീഷ് കുമാറിനൊപ്പം പോയി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാകുന്നത്. നിതീഷ് കുമാറിന് അവർ വോട്ട് ചെയ്തു, നിതീഷ് കുമാറിലേക്ക് അവർ മാറുന്നു. സീമാഞ്ചലിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, NDA സഖ്യത്തിന് മുന്നേറ്റം. അതിന് ഇതാണ് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ പറയുന്ന BJP ഒപ്പം നിൽക്കുമ്പോൾ പോലും ഈ പറയുന്ന ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പശ്മന്ത മുസ്ലിംസ് ഇവർ നിതീഷ് കുമാറിനൊപ്പം പോകാൻ തയ്യാറായി. ലാലു പ്രസാദ്, ഈ പറയുന്ന തേജസ്വി യാദവിനെയും ലാലു പ്രസാദിൻ്റെ പാർട്ടിയെയും അവർ കൈവിടുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത്തരം ഘട്ടത്തിലേക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു മുന്നണി സംവിധാനം രൂപപ്പെടേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ തങ്ങൾ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ BJP ആ മുന്നണി സംവിധാനത്തിന് വേണ്ട വിധത്തിൽ വഴങ്ങാനും അതിനനുസരിച്ച് തന്ത്രപരമായി നീങ്ങാനും വേണ്ട ഒരു സന്നദ്ധത കാട്ടുന്നു. അതിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാത്തരം വഴികളിലൂടെയും സഞ്ചരിക്കാൻ ഒരു മടിയുമില്ലാതെ BJP തന്ത്രങ്ങൾ. നിതീഷും അത് ചെയ്തു. നിതീഷും 101 സീറ്റാണ് രണ്ടുപേരും പങ്കിട്ടെടുത്തത്. നിതീഷ് ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അതാണ് പറഞ്ഞത്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇപ്പോൾ ഇവിടെ മഹാസഖ്യത്തിൻ്റെ ചുമതല RJD തേജസ്വി യാദവിനാണെന്ന് പറയുമ്പോഴും ദേശീയ തലത്തിൽ അടക്കം മുമ്പ് പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു ഘടകകക്ഷി സംവിധാനത്തിലേക്ക്, ഒരു മുന്നണി സംവിധാനത്തിലേക്ക് രാഷ്ട്രീയം ഇനിയും പഠിക്കാത്തത് അവർ കൂടി പങ്കാളികളാവുന്ന മുന്നണികൾക്ക് സൃഷ്ടിക്കുന്ന ആപത്തുകൾ, വിപത്തുകൾ വളരെ വലുതാണ് എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ബീഹാറും മുന്നോട്ട് വെക്കുന്നു. 2020 സൗഹൃദ മത്സരം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. എന്ത് സൗഹൃദ മത്സരമാണ് ഈ പറയുന്ന ഇത്രയും വലിയ പോരാട്ടം
നടക്കുമ്പോൾ ഇതെങ്ങനെയാണ് തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പോഴും സൗഹൃദ മത്സരം നടത്താൻ കഴിയുന്ന ആ മനസ്സുണ്ട്. അതും കോൺഗ്രസും CPIയും തമ്മിൽ സൗഹൃദ മത്സരം നടത്തുന്നു. അവിടേക്ക് പ്രിയങ്ക ഗാന്ധി ചെല്ലുകയും ചെയ്തു. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ പ്രദേശത്തുള്ള ഒരു നേതാവിനെ സന്തോഷിപ്പിക്കാനും ആ നേതാവ് ആവശ്യപ്പെടുന്നത് നടത്തി കൊടുക്കാനും വേണ്ടി മാത്രമാണ് ഈ സൗഹൃദ മത്സരം. അതിനപ്പുറത്തേക്കൊന്നുമില്ല.